ഗൈസ്, നിങ്ങൾ ഈ ചെടീനെ കണ്ടു? ഞാൻ ഒരു വർഷം മുന്നേ ഇങ്ങനൊരു ഓട്ടോയിൽ ഞാവൽ പഴം കൊണ്ടുവന്നു. അപ്പം എനിക്ക് ഞാവൽ പഴം ഇഷ്ടമായി. ആ വിത്ത് എടുത്തിട്ട് നനച്ചാണ്. എന്നിട്ടത് ചെടി വന്നു. എന്നിട്ട് ഒരു മാറ്റവും. ഇപ്പോഴാണ് ഇത് ഈ ചെടീൻ്റെ ഞാവൽ പഴം കഴിക്കാൻ പറ്റുക. ഞാൻ അത് വെയിറ്റിങ്ങിലാണ്. അടുത്തത് എൻ്റെ കറിവേപ്പില. ഒരു കറിവേപ്പില മരം, ഇത് സപ്പോട്ട മരം. ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട് ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. കാണാം. ചാമ്പങ്ങ. ഇത് അതിൻ്റെ സീസൺ ആവുന്നതിന് മുന്നേ ഉള്ളൂ. സീസൺ ആവുമ്പോൾ പൂക്കും. പിന്നെ ഇത് മാങ്ങ. കഴിഞ്ഞ വർഷം നല്ലോണം കിട്ടി, പക്ഷെ കുറേയൊക്കെ കൊഴിഞ്ഞു. ഈ വർഷം എന്തായാലും നല്ലോണം നോക്കണം. പിന്നെ ലാസ്റ്റ് ഇവിടെ ഒരു മാങ്ങ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിത് കണ്ടില്ല. എന്നിട്ട് ഞാൻ നോക്കണു, ഇവിടെ നിന്ന് ഒരു സ്മെല്ല് വന്നിട്ട് നോക്കണു, അത് കേടായിട്ട് കിടക്കുമായിരുന്നു. പക്ഷെ അതിന് മുന്നേ കുറേ അണ്ണാനും ബേഡ്സൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയെങ്കിലും അത് വേസ്റ്റ് ആവാണ്ടിരുന്നു. പിന്നെ തെങ്ങുകൾ, വീട്ടിലെ തെങ്ങ്. കറിവേപ്പില ചെടി എൻ്റെ വീട്ടിലൊരു 100 എണ്ണം ഉണ്ട്. പിന്നെ ഒരേ ഒരു റോസാപ്പൂ ചെടി ഉള്ളിൽ, ബാക്കിയെല്ലാം വെളിയിലാണ്. വെളിയിൽ ഞാൻ കാണിച്ചു തരാം. ഇത് സൺഫ്ലവർ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ടൈപ്പിൽ. പിന്നെ ഇതൊരു റോസ് ഫ്ലവർ വീട്ടിൻ്റെ ഉള്ളിലുള്ളത്. ഇനി നമുക്ക് വെളിയിലുള്ള ചെടികളെല്ലാം നോക്കാം. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഒരു സൈഡിലുള്ള ചെടി, എൻ്റെ ഒരു ചെടി ഞങ്ങൾ നല്ലോണം നോക്കി, പക്ഷെ വെയിൽ നമ്മൾ മാറ്റാൻ പറ്റില്ലല്ലോ, അങ്ങനെ വാടിപ്പോയതാണ് ഈ ചെടി. നമുക്കിനി അടുത്തത് നോക്കാം. ഇത് നോക്ക്, അതവിടെ മുല്ലച്ചെടി. നേരത്തെ നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പം അതിൻ്റെ സീസൺ കഴിഞ്ഞു. അപ്പം അതാണ്. പിന്നിത് റാം തുളസി. ഇനി കൃഷ്ണ തുളസി ഞാൻ കൃഷ്ണ തുളസിനെ കാണാനില്ല. അവിടെ ഒരു കൃഷ്ണ തുളസി ഉണ്ട്, കാണാം. അപ്പം ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ബൈ.